MP മാർ അവിടേക്ക് എത്തി. 30 ജനുവരി മാർഗിലേക്ക് എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയുള്ള സമര പരിപാടി എന്താണ്? ഇപ്പോൾ MP മാർ, ഇന്ത്യ സഖ്യത്തിലെ MP മാർ എല്ലാവരും തന്നെ ഗാന്ധി വെടിയേറ്റ് വീണ ഗാന്ധി സ്മൃതിയിലേക്ക് എത്തുകയാണ്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ സേവദൾ പ്രവർത്തകർ ഒരു വശത്ത് ഇപ്പോൾ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് അവർക്ക് വരാൻ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഒരു നിമിഷം. എന്തായാലും നമുക്കിപ്പോ ഇപ്പോൾ ജോൺ ബ്രിട്ട സാർ കൂടി ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഇപ്പോ ഇങ്ങനൊരു സമരമായിട്ട് ഈ ഒരു വേദിയിലേക്ക് എത്തേണ്ടി വന്ന സാഹചര്യം. ഡൽഹിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കടക്കമ്പോളങ്ങൾ അടച്ചിടുന്നു, മെട്രോ സ്റ്റേഷനുകൾ പൂട്ടുന്നു, പോലീസ് ഈ നഗരം ഏറ്റെടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആക്രമിച്ച് അവരെ ജന്തർ മന്ദിറിൽ നിന്ന് തുരത്താനും വേണ്ടി അവരെ പിടിച്ച് ജയിലിടാനും വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ആ സമയത്ത് പാർലമെന്റിനുള്ളിലിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിപക്ഷ MP മാർ ഒന്നടങ്കം തെരുവിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഗാന്ധി സ്മൃതിയിൽ വരാനുള്ളൊരു കാരണമുണ്ട്. ഈ രാജ്യം ഇന്ന് ആഗ്രഹിക്കുന്ന സമാധാനപരമായ തീരുമാനമാണ്. ജനാധിപത്യത്തിന്റെ മാതാവാണെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം ഒരു മാർഷൽ ഭരണം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഇത്രയും പ്രതിഷേധങ്ങൾ തെരുവിൽ നടക്കുമ്പോഴും ഇതിലൊക്കെ മൗനം പാലിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഏത് പാർട്ടിയുടേതായാലും ആ ഗൂഢാലോചന നടക്കുന്നു, വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇനി മറ്റു ദുർബലമായ വാദങ്ങളൊക്കെ അല്ലേ മുന്നോട്ട് വെക്കുന്നത്? ഇപ്പൊ നോക്കിക്കോളൂ, അതായത് ഒരു മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടപ്പുറപ്പാട് മുഴുവൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞു, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുന്നു. ഈ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് താഴെ നിന്ന് ചപ്രാസ് മുതലാണോ അതേ മന്ത്രിയിൽ നിന്നാണ് തുടങ്ങേണ്ടത്? ഉത്തരവാദിത്തം സ്വാഭാവികമായിട്ടൊരു ജനാധിപത്യ സംവിധാനത്തിൽ മുകളിൽ നിന്ന് തുടങ്ങണം. അതിനു പകരം അദ്ദേഹം ചപ്രാസുകൾക്കെതിരെയും ഗുമസ്തന്മാർക്കെതിരെ നടപടിയെടുക്കുന്ന അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രധാനമന്ത്രിയോടും അതുപോലെ കേന്ദ്ര സർക്കാരിനോടും പറഞ്ഞത്, ഉത്തരവാദിത്തം ആദ്യം മുകളിൽ തുടങ്ങട്ടെ, അങ്ങനെ ഒരു മാതൃകയാക്കട്ടെ. മാത്രമല്ല കുഞ്ഞുങ്ങളോട് ചർച്ച ചെയ്യുക. അവരെ വഴിയാതരാകാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കില്ല. അവർക്ക് പടച്ചട്ട അണിയിക്കുകയാണ്. എന്തായാലും ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ MP മാരുടെ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ എല്ലാം തന്നെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും വിഷ്ണു, അവിടെ